Hi, welcome back to Taju's Curry World. Chicken പല രീതിയിൽ നമ്മൾ വെക്കാറില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കന്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മാത്രം വെച്ച് എന്നാൽ അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കന്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒന്നും മിസ്സാവില്ല. അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. നിങ്ങൾക്ക് ഇനി മൺചട്ടി അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 കുളന്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ ആക്കിയതിന് ശേഷം അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. ഇത് കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പം മിക്സിയിലിട്ട് അരക്കൊന്നും ചെയ്യരുത്, ചതച്ചെടുത്താൽ മാത്രം മതി. എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം 30-35 എണ്ണം ഉണ്ട്. ചുവന്നുള്ളി ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചുവന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഈ ഒരു രൂപത്തിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചിക്കന് ഒരു ഡാർക്ക് കളറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കടുകൊക്കെ പൊട്ടുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു സൗണ്ട് വരുന്നത്. ഈ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്തിട്ട് ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഇതാ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഈ ഒരു രൂപത്തിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ലെഗിൻ്റെ പീസ് വരെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണേ. ഈ ഒരു രൂപത്തിൽ മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കടുക് പൊട്ടുന്ന ആ ഒരു സൗണ്ടും വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ചിക്കന് ഇതിലേക്ക് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. കാരണം ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാവും. ഇനി ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നിങ്ങൾ മൺചട്ടിയിലാണ് വെക്കുന്നത് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി വറ്റിച്ചിട്ട് ഒരു മൊരിഞ്ഞ രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിനി ഇത് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല മൊരിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അത് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.